നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സമരവേദിയിൽ മുടിമുറിച്ചും തല മുണ്ടനം ചെയ്തും പ്രതിഷേധം. വേണ്ടിവന്നാൽ കഴുത്തറത്ത് പ്രതിഷേധിക്കുമെന്ന് ആശാ വർക്കർമാർ. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിന് നിൽക്കില്ല, ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതിയിൽ നിങ്ങൾ ചെയ്യും, ഇത് ഉറപ്പാണ്. ഇതെന്റെ തലയിൽ അടിച്ചു തറയാണ്, ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും, ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും, സത്യമായിട്ടും ചെയ്യും. പൃഥ്വിരാജിനെതിരെ വീണ്ടും ഓർഗനൈസർ. പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദം. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാൾ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തെ പിന്തുണച്ചുവെന്നും വിമർശനം. ഇന്ദ്രജിത്തിനെതിരെയും ഓർഗനൈസർ. എമ്പുരാൻ കാണില്ലെന്ന് ആവർത്തിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശക്തമായതോടെയാണ് നിർമ്മാതാക്കൾ ചിത്രം റീസെൻസറിംഗിന് വിധേയമാക്കിയത്. പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് നിരവധി തവണ കാണാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക്. 3 മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയ ചിത്രത്തിന് ഇന്നലെ കേന്ദ്ര സെൻസർ ബോർഡ് അടിയന്തര അനുമതി നൽകുകയായിരുന്നു. എമ്പുരാൻ റീസെൻസറിംഗിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. 17 ഭാഗം വെട്ടിമാറ്റാൻ പാടില്ലായിരുന്നു. സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒപ്പമല്ല. ധൈര്യപൂർവ്വം സിനിമ പ്രദർശിപ്പിക്കണമെന്നും മന്ത്രി. എത്ര വെട്ടിയാലും ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വെട്ടിമാറ്റാൻ പറ്റില്ലെന്ന് എമ്പുരാൻ വിവാദത്തിൽ മന്ത്രി VN വാസവൻ. ചരിത്രം ചരിത്രമായും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായും നിലനിൽക്കുമെന്നും മന്ത്രി. സിനിമയെടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുക എന്ന പ്രവണത ശരിയല്ലെന്ന് മന്ത്രി P രാജീവ്. എതിർപ്പുയരുമ്പോൾ സ്വയം എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യം ഉരുത്തിരിയുന്നു. സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടതെന്നും മന്ത്രി. എമ്പുരാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. സിനിമയെക്കുറിച്ച് പറയാനുള്ളത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ. കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലശഘോഷയാത്രയിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി ആഘോഷം. കണ്ണൂർ പറമ്പായിലാണ് സംഭവം. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളായ CPIM പ്രവർത്തകരുടെ ചിത്രമുള്ള കൊടികളാണ് ഉപയോഗിച്ചത്. പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശഘോഷയാത്ര നടന്നത്. കോഴിക്കോട് നാദാപുരത്ത് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇളയങ്കോട് സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ വെളിപ്പെടുത്തലുമായി ഭാര്യ മഞ്ജു. മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ ജോമോന് ബിജു പണം നൽകാനില്ലായിരുന്നു. ജോമോൻ ഫോണിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി. കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും മഞ്ജു. ഏറ്റുമാനൂരിലെ 47-കാരിയെ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിച്ചത് കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയെന്ന് പോലീസ്. ഭർത്താവ് ജോമോൻ 2 തവണ കോടതി ഉത്തരവ് ലംഘിച്ച് അക്രമം നടത്തി. ജനുവരി 25-നും മാർച്ച് 15-നും ജോമോൻ ഭാര്യയെ ആക്രമിച്ചുവെന്നും FIR-ൽ പറയുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ ഒളിവിൽ തന്നെ. സുഗാന്തിന്റെ കുടുംബങ്ങളെ അടക്കം ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് പോലീസ്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പലപ്പോഴായി യുവാവ് മാറ്റിയതായും സ്ഥിരീകരണം. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ചുള്ള എതിരേൽപ്പിൽ ജാതി വിവേചനം അനുവദിക്കില്ല. വ്രതം എടുത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും വടക്കുപുറത്ത് പാട്ടിന് വിളക്കെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ വിളക്കെടുപ്പിക്കുന്ന രീതി ഒഴിവാക്കും. എത്തുന്ന ഓരോരുത്തർക്കായി മാറി മാറി അവസരം നൽകും. മറ്റു ചടങ്ങുകളിലും ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വൈക്കം ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ട് എതിരേൽപ്പിൽ ജാതി വിവേചനം ഒഴിവാക്കിയത് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി VN വാസവൻ. വ്രതം നോക്കുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണന. ജാതി വിവേചനം ഈ കാലഘട്ടത്തിൽ അനുവദിക്കില്ലെന്നും മന്ത്രി. വിവാദത്തിന് അവസരം നൽകാതെ തൃശൂർ പൂരം നടത്തുമെന്ന് മന്ത്രി VN വാസവൻ. വെടിക്കെട്ടിന് അനുമതി തേടി കേന്ദ്രത്തിന് കത്തയച്ചു. എന്നാൽ തീരുമാനം മാറ്റാൻ സാധിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്നും മന്ത്രി.
സംസ്ഥാനം ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ പെരുന്നാൾ നമസ്കാരത്തോടെ ഈദ് ആഘോഷങ്ങൾക്ക് തുടക്കം. മസ്ജിദുകളിലും വിവിധ കേന്ദ്രങ്ങളിലും ഈദ്ഗാഹുകൾ. ഒമാനിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ലഹരിക്കെതിരെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനെ പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം ഷുഹൈബ് മൗലവി. ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും ആളുകളുമായി സഹകരിക്കരുത്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണമെന്നും ഇമാം. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ വേദി കൂടിയായിരുന്നു ഇത്തവണ ഈദ്ഗാഹുകൾ. മലപ്പുറം മഅദീൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി SKSSF ചെറിയ പെരുന്നാൾ നിസ്കാരശേഷം ബഹുജന പ്രതിജ്ഞയെടുത്തു. കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പെരുന്നാൾ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി വിശ്വാസികൾ. എറണാകുളം തൃക്കാക്കരയിലെ മസ്ജിദുകളിൽ വിശ്വാസികൾ പ്രതിജ്ഞയെടുത്തു. തൃക്കാക്കര ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള മസ്ജിദുകളിലായിരുന്നു പ്രതിജ്ഞ. കോഴിക്കോട് കിണാശ്ശേരി പള്ളിയറ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടെ അതേ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ്. 10 ദിവസത്തേക്ക് മുൻകൂർ അനുമതി വാങ്ങിയ ഗ്രൗണ്ട് ക്ഷേത്രസമിതി ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും സന്ദേശം പങ്കുവയ്ക്കുന്നതാണ് പെരുന്നാൾ ദിനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഈ പെരുന്നാൾ ദിനം ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരാൻ കൂടി ഉപയോഗിക്കണം. ഓരോ വീടുകളിലും ലഹരിക്കെതിരായ ഉത്ബോധനം എത്തിച്ചേരേണ്ടതുണ്ടെന്നും തങ്ങൾ. ലഹരി പോലെ തന്നെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് വർഗീയതയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. എന്തിലും ജനങ്ങളെ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം. ചെറിയ പെരുന്നാൾ ഓർമ്മകളും സന്ദേശങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ച് കുഞ്ഞാലിക്കുട്ടി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിനെതിരാണെന്ന് പാളയം ഇമാം ഷുഹൈബ് മൗലവി. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്നും ഇമാം. വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രം. സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. എല്ലാ MPമാരും ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി. വഖഫ് നിയമ ഭേദഗതിയിൽ UDFും ഇന്ത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ബിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് UDF നിലപാട്. മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ കൂടി പരിഗണിക്കണമെന്നാണ് KCCB ആവശ്യപ്പെടുന്നതെന്നും ഫ്രാൻസിസ് ജോർജ്. ഉംറ തീർത്ഥാടനത്തിന് പോയ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടികളടക്കം 3 പേർ മരിച്ചു. ഷിഹാബ് കാപ്പാടിന്റെ ഭാര്യ ഷഹല, മകൾ ആലിയ, മിസ്ഹബ കൂത്തുപറമ്പിന്റെ മകൻ ദക്വാൻ എന്നിവരാണ് മരിച്ചത്. കുട്ടികൾ അപകട സ്ഥലത്തും ഷഹല ആശുപത്രിയിലുമാണ് മരിച്ചത്. മലപ്പുറം കോട്ടയ്ക്കൽ മാറാക്കരയിൽ നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടർ കിണറ്റിൽ വീണ അച്ഛനും മകനും മരിച്ചു. കുന്നത്തുപടിയൻ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം വർക്കല പേരേറ്റിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് റിക്കവറി വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് സംശയം. സംഭവം നടന്ന ഉടൻ ഇയാൾ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഉത്സവം കണ്ട് മടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. കൊട്ടാരക്കരയിൽ കോഴി കയറ്റി വന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റിമറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30 പുനലൂർ ഭാഗത്തു നിന്നും വന്ന വാഹനം കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ പരുക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം. മുത്തൂറ്റ് മംഗളൂരു ശാഖയിൽ കൊള്ളയടിക്കാൻ ശ്രമിച്ച 2 മലയാളികൾ പിടിയിൽ. ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരാണ് പിടിയിലായത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടുമുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈറൺ മുഴങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ട കാസർഗോഡ് സ്വദേശി അബ്ദുൾ സലാമിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്.
കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇളമാട് സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരും രഹസ്യ അറയുണ്ടാക്കി 2000-ഓളം ചെറു പാക്കറ്റുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. 2 യുവാക്കൾക്ക് ഗുരുതര പരുക്ക്. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. ആലുവ മൂന്നാർ രാജപാത കയ്യേറിയത് വനം വകുപ്പെന്ന് PJ ജോസഫ്. സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണ്. കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനം വകുപ്പെടുത്ത കേസ് റദ്ദാക്കണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും ഇടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 4 ദിവസത്തേക്ക് ശക്തമായ വേനൽ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. അവധിക്കാല തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് AC സ്പെഷ്യൽ ട്രെയിൻ റെയിൽവേ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 4 മുതൽ മെയ് 5 വരെ ട്രെയിൻ സർവീസ് നടത്തും. വെള്ളിയാഴ്ചകളിൽ രാത്രി 10-ന് ബംഗളൂരു SMVT ടെർമിനലിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരം നോർത്തിലെത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-ന് ട്രെയിൻ തിരിച്ചു പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 7:30-ന് ബംഗളൂരുവിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാർഷിക ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതി സ്ലാബുകളും നിരക്കുകളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നികുതി ഘടന തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിവർഷം 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. കൂടാതെ മാസശമ്പളക്കാർക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവിനും അർഹതയുണ്ടായിരിക്കും. സംസ്ഥാനത്തെ പുതിയ നികുതി നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഭൂനികുതി സ്ലാബുകളിലും കോടതി ഫീസുകളിലും നാളെ മുതൽ വർധന നിലവിൽ വരും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ഭൂമിയുടെ പാട്ടം നിരക്കുകളിലും നാളെ മുതൽ പരിഷ്കരിച്ച തുക ഈടാക്കി തുടങ്ങും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും. വിലയനുസരിച്ച് നികുതിയിൽ മാറ്റം വരും. ടൂറിസ്റ്റ് ബസ് നിരക്ക് വർദ്ധിക്കും. കോൺട്രാക്ട് ക്യാരേജ് നികുതി ഘടന ഏകീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ തീരുമാനിച്ചതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാവുക. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇനി മുതൽ 50% നികുതി ഈടാക്കും. ചെക്ക് കേസുകൾക്ക് സംസ്ഥാനത്തെ കോടതി ഫീസ് ഇപ്പോൾ 10 രൂപ. ഇനി മുതൽ ചെക്കിലെ തുകയനുസരിച്ച് ഫീസും കൂടും. നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക 10,000 രൂപ വരെയാണെങ്കിൽ 250 രൂപയും 10,000 മുതൽ 3 ലക്ഷം വരെയാണെങ്കിൽ തുകയുടെ 5%ആകും. വസ്തുസംബന്ധമായ കുടുംബ കോടതികളിലെ കേസുകളുടെ ഫീസും വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് 200 രൂപയാക്കി. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5% ഫീസ്. പുതിയ സാമ്പത്തിക വർഷം നാളെ ആരംഭിക്കാനിരിക്കെ നികുതിദായകരെ കാത്ത് നിരവധി മാറ്റങ്ങൾ. UPI ഇടപാടുകളിൽ തുടങ്ങി ആദായ നികുതി നിയമങ്ങളിൽ വരെ വലിയ മാറ്റങ്ങളാകും നിലവിൽ വരിക. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി മുതൽ ആദായ നികുതി നൽകേണ്ടി വരില്ല. ATM-ൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നാളെ മുതൽ നടപ്പിലാക്കും. ഏകദേശം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിലയിരുത്തൽ. കുറഞ്ഞത് 25 വർഷത്തെ സേവനമുള്ളവർക്ക് അവസാന 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായ പെൻഷൻ ലഭിക്കും. 10 വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് പ്രതിമാസം കുറഞ്ഞത് 10,000 രൂപ പെൻഷൻ ഉറപ്പാക്കും. ജീവനക്കാരൻ ആകസ്മികമായി മരിച്ചാൽ ലഭിച്ചിരുന്ന തുകയുടെ 60% ആശ്രിതർക്ക് കുടുംബ പെൻഷനായി നൽകും. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വീണ്ടും അവതാളത്തിൽ. ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ നൽകുന്ന നടപടികൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. ഏറെ പേരുടെയും അപേക്ഷകളുടെയും EPFO തള്ളിക്കളഞ്ഞു. 2022-ൽ പെൻഷനേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഉത്തരവ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ EPFO നീക്കം. ദേശീയ വാർത്തകൾ. ഹിമാചൽ പ്രദേശിൽ കുളുവിലെ മണികരണിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും ആളുകൾ അതിനിടയിൽ പെടുകയുമായിരുന്നു. മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കുഞ്ഞിന് ജന്മം നൽകിയത് പീഡനത്തിന് ഇരയായ 16-കാരി. കഴിഞ്ഞ 25-ന് റാഞ്ചിയിലേക്ക് പോകുന്നതിനായി അമ്മയ്ക്കൊപ്പം വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് കുഞ്ഞിന് ജന്മം നൽകിയത്.
ഉത്തർപ്രദേശിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. പ്രയാഗ്രാജിലെ കന്റോൺമെന്റ് ഏരിയയിൽ ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. വ്യോമസേന സിവിൽ എഞ്ചിനീയർ SN മിശ്രയാണ് കൊല്ലപ്പെട്ടത്. 51 വയസ്സായിരുന്നു. വയനാട്ടിൽ ചത്ത ആടുകളെ കാട്ടിലെറിഞ്ഞ സംഘത്തെ വനം വകുപ്പ് പിടികൂടി. രാജസ്ഥാനിൽ നിന്നുള്ള ആട് വിൽപ്പനക്കാരായ 4 പേരെയാണ് ബേഗൂർ റേഞ്ച് സംഘം പിടികൂടിയത്. ബേഗൂർ റേഞ്ചിലെ കാട്ടിനുള്ളിൽ ലോറി കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ആടുകളുടെ ജഡം കണ്ടെത്തിയത്. സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിനാൽ പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല. മനംനൊന്ത് 17-കാരി ആത്മഹത്യ ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് ജില്ലയിലാണ് സംഭവം. പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥിയെ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ പരസ്യമായി അപമാനിച്ചെന്നും അതിൽ മനംനൊന്താണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കോവിഡ്-19 കാലത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി. സഹായഹസ്തം നീട്ടി ദി വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് BJP രംഗത്ത് വന്നു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന നിലപാട് തരൂർ തുടരുകയാണ്. ഇത് പലവട്ടമായി പാർട്ടി ബാൻ ചെയ്തിട്ടും ശശി തരൂർ ആ നിലപാട് തുടരുന്നു. ദ വീക്ക് എന്ന പ്രസിദ്ധീകരണത്തിൽ തരൂർ എഴുതിയ ലേഖനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വീണ്ടും അദ്ദേഹം പുകഴ്ത്തുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ ഇന്ത്യ സ്വീകരിച്ച ഒരു നയം രാജ്യത്തിൻ്റെ പ്രശസ്തിയും ഒപ്പം തന്നെ കൂടുതൽ നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തുന്നതിനും അത് ഇടവെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കോവിഡ് കാലത്ത് വാക്സിൻ നയം സ്വീകരിച്ചത് ഏറ്റവും ഉചിതമായിരുന്നു. പ്രത്യേകിച്ച് 100-ലധികം രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നേതൃനിരയിൽ നിന്നുള്ള ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായഹസ്തം നൽകുകയാണ് ചെയ്തത്. ഇതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു വിശ്വസ്ത സുഹൃത്തായി മാറി അത്തരം ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് ഇടവെച്ചു എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ നീക്കങ്ങളൊക്കെ ഇന്ത്യയെ നേതൃനിരയിലേക്ക് എത്തിക്കുന്നതിന് ഇടവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നയങ്ങൾ ഏറ്റവും ഗുണം ചെയ്തു എന്നാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് BJP ഈ നിലപാടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ശശി തരൂരിൻ്റെ പല നിലപാടുകളും വിവാദമായിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ പല പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്നതായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളെ പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു. അതിലൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ കോവിഡ് കാലത്തെ ഇന്ത്യയുടെ നയത്തെ പുകഴ്ത്തുന്നത് ആ വിദേശ നയം, അന്ന് സ്വീകരിച്ച കോവിഡ് നയം ഇന്ത്യയുടെ വിശ്വസ്തത വളർത്തുകയും നിരവധി വിദേശ രാജ്യങ്ങളുമായി അവരുടെ വിശ്വസ്ത സുഹൃത്തായി മാറാൻ ഗുണം ചെയ്തു എന്നുകൂടിയാണ് ശശി തരൂർ പങ്കുവയ്ക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ബാങ്കുകളെ മോദി സർക്കാർ പണം ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ ഏജന്റുമാരാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സേവിംഗ്സ് അക്കൌണ്ടുകളിലും ജൻധൻ അക്കൌണ്ടുകളിലും മിനിമം ബാലൻസ് കാത്തുസൂക്ഷിക്കാത്തതിനാൽ 2018-നും 2024-നും ഇടയിൽ മോദി സർക്കാർ 43,500 കോടി രൂപയെങ്കിലും ഊറ്റിയെടുത്തിട്ടുണ്ടെന്ന് ഖാർഗെ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കാൻ മറ്റ് ബാങ്ക് ചാർജുകൾ ഉണ്ടെന്ന് ഖാർഗെ വിശദീകരിച്ചു. ഖൈബർ പഖ്തൂൻഖ്വ പ്രവിശ്യയിലെ ഒളിത്താവളങ്ങളിൽ പാക് സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 12 ഭീകരർ കൊല്ലപ്പെട്ടു. മർദാൻ ജില്ലയിലെ കത്ലാങ്ങിലായിരുന്നു ആക്രമണം. സ്വാത്ത് താഴ്വരയിൽ നിന്നുള്ള 9 ആട്ടിടയന്മാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വിവരം. നേപ്പാളിൽ വ്യാപാര സ്ഥാപനം കൊള്ളയടിച്ച ഇന്ത്യൻ പൗരനടക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭട്ഭദേനി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ കൊള്ളയടിച്ചതിനും നശിപ്പിച്ചതിനുമാണ് കേസ്. പട്ന നിവാസിയായ രവിരഞ്ജൻ കുമാർ ഉൾപ്പെടുന്ന സംഘമാണ് അറസ്റ്റിലായത്. വിസ്കി, ബിയർ, പഴങ്ങൾ, മേക്കപ്പ് വസ്തുക്കൾ തുടങ്ങിയവ മോഷ്ടിച്ചതായാണ് റിപ്പോർട്ട്. ശക്തമായ ഭൂകമ്പത്തിൽ 1700 പേർ മരിച്ച മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. അയൽരാജ്യമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മരണസംഖ്യ 18 ഉയർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണ് 76 തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. മ്യാൻമറിൽ നടന്ന ശക്തമായ ഭൂചലനം രാജ്യത്ത് അതീവ ദുരിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന. ദുരന്തബാധിതർക്കായി അടിയന്തരമായി $8 മില്യൺ സഹായം ആവശ്യം.
ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി വ്യക്തമാക്കുന്നതിന് സമയമെടുക്കുമെന്ന് വിലയിരുത്തൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനം തീപിടിച്ച സംഭവത്തിൽ യുക്രൈന്റെ ഇടപെടൽ സംശയിച്ച് റഷ്യ. അടുത്തിടെ പുടിനെക്കുറിച്ച് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന ഈ പരാമർശത്തെയാണ് റഷ്യ സംശയിക്കുന്നത്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ശീതയുദ്ധം സമാധാന ചർച്ചകളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് ആദ്യമായി സ്വർണ്ണവില 67,000-ന് മുകളിൽ. പവന് 520 രൂപ വർദ്ധിച്ച് പവന് 67,400 രൂപയായി. ഗ്രാമിന് 65 രൂപ കൂടി 8,425 രൂപയായി. മെഗാ സെയിൽ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. പേ ഡേ സെയിൽ പ്രകാരം യാത്രക്കാർക്ക് 1,429 രൂപ മുതൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സമയപരിധി ഇന്ന് അവസാനിക്കും. പേയ്മെന്റുകൾക്ക് റീഫണ്ട് നൽകില്ല. കായിക വാർത്തകൾ. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 റൺസിന്റെ ജയം. 182 റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസിന് മറുപടി ബാറ്റിംഗിൽ 176 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ചെന്നൈക്കെതിരെ രാജസ്ഥാൻ നേടിയത് സീസണിലെ ആദ്യ ജയം. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 7 വിക്കറ്റ് ജയവുമായി ഡൽഹി ക്യാപിറ്റൽസ്. ടോസ് ലഭിച്ച് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 163 റൺസിന് എല്ലാവരെയും പുറത്താക്കി. ഹൈദരാബാദ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം. 16 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. 27 പന്തിൽ 50 റൺസ് എടുത്ത ഫാഫ് ഡുപ്ലൈസിയാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. ഇതിഹാസ താരങ്ങൾ നേർക്കുനേർ പോരാടിയ മത്സരത്തിൽ ബ്രസീൽ ലെജൻസിന് ജയം. IM വിജയൻ നേതൃത്വം നൽകിയ ഓൾ ഇന്ത്യ സ്റ്റാർസിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ബ്രസീലിനായി ഗോളുകൾ നേടിയത് വിയോളയും റിക്കാർഡോ ഒലിവേരയും. ഇന്ത്യയ്ക്കായി ആശ്വാസ ഗോൾ നേടിയത് ബിബിയാനോ ഫെർണാണ്ടസ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടങ്ങുന്നതായിരുന്നു ബ്രസീൽ നിര. സിനിമാ വാർത്തകൾ. സൗബിൻ ഷാഹിറും ദീപക് പറമ്പയിലും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. തട്ടും വെള്ളാട്ടം എന്നാണ് സിനിമയുടെ പേര്. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മൃദുൽ നായരാണ്. അഖിൽ കെയും മൃദുലും ചേർന്നാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. പ്രാദേശിക വാർത്ത. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. ദേശക്കാരുടെ വകയായുള്ള സമ്പൂർണ്ണ നെയ്വിളക്കിന് ഉപയോഗിക്കുന്നതിനുള്ള നെയ് സമർപ്പണത്തിൽ വിവിധ ശേഖരങ്ങളിലുള്ള 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കി വെച്ചിരുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ് സമർപ്പിച്ചത്. ഏപ്രിൽ 3-നാണ് ആറാട്ടുപുഴയിലെ പൂരം കൊടിയേറ്റം. ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നാണ്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി വിജയകരമായി നടത്തി. RCCയിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗമാണ് നേപ്പാൾ സ്വദേശിയായ 3 വയസ്സുകാരന് റോബോട്ടിക് സർജറി നടത്തിയത്. ഇടത് അഡ്രിനൽ ഗ്രന്ഥിയിലെ ന്യൂറോബ്ലോസോമ നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് റോബോട്ടിക് സാങ്കേതികവിദ്യയോടെ വിജയിപ്പിച്ചത്. വനിതകൾക്കായി തൃത്താലയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ തുടങ്ങുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബോട്ടിൽ ബൂത്തുകളുടെയും ബിന്നുകളുടെയും സമർപ്പണവും നടന്നു. ലഹരിക്കെതിരെ പാലക്കാട് തൃത്താലയിൽ എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. ദീർഘകാലം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൌൺസിലിംഗിനും നേതൃത്വം നൽകിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.